അപ്പൊ മക്കളെ, നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ, അതായത് നമ്മുടെ കാൽക്കുലസ് എന്നുള്ള ഒരു വലിയ സമുദ്രത്തിലെ തുടക്കക്കാരനായ നമ്മുടെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻസ് ചെയ്യുകയല്ല, ആ കോൺസെപ്റ്റ് മൊത്തമായിട്ട് പഠിക്കലാണ് നമ്മുടെ ശ്രമം എന്ന് പറയുന്നത്. അപ്പൊ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി നമുക്ക് പോകാം. ഫസ്റ്റ് പഠിക്കാനുള്ളതാണ് കണ്ടിന്യൂറ്റി ആണ്. എന്താണ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ? വാട്ട് യു മീൻ ബൈ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ? എന്താണ് ഒരു ഇംഗ്ലീഷ് വേർഡ് കണ്ടിന്യൂറ്റിയുടെ അർത്ഥം എന്താണ്? കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് എന്താക്കുക നടന്നുകൊണ്ടിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് എന്താ അതിനൊരു സ്റ്റോപ്പിങ്ങോ അതിനൊരു എൻഡിങ് ഉണ്ടെങ്കിൽ അത് എവിടെയായിരിക്കണം? അതിൻ്റെ എൻഡിലായിരിക്കണം. വേറെ അതിൻ്റെ ഇടയിലൊരു സ്റ്റോപ്പിങ്ങും കാര്യങ്ങളും ഒന്നും വരാതെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമല്ല നമ്മൾ കണ്ടിന്യൂസ് അറിയാം. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ സ്ഥിരമായിട്ട് ബസ് പോകുന്നത് കണ്ടിന്യൂസ്, എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. എല്ലാ ദിവസവും രാവിലെ സൂര്യൻ എത്തിക്കുന്നു. എന്താണ് എല്ലാ ദിവസവും സംഭവിക്കുന്നത്? ഒരു ദിവസം സൂര്യൻ എത്തിച്ചില്ല, അവസ്ഥ എന്താ? ഡിസ്കണ്ടിന്യൂസ് ആവില്ലേ? ഫുള്ള് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പം അതുപോലെയുള്ള ഫങ്ഷൻസുകൾ ഉണ്ടാവും. അതായത് ഒരു സ്റ്റോപ്പിങ്ങും എൻഡിങ്ങും ഒന്നുമില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഫംഗ്ഷൻ. അതിനെക്കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. ഞാൻ ഇതൊരു ഗ്രാഫ് ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ടുണ്ട്. ഞാൻ എന്താക്കുകയാണ്, എൻ്റെ ഒരു ഫംഗ്ഷൻ ഇത് എൻ്റെ ഒരു ഫംഗ്ഷനാണ്. ഇത് ഇങ്ങനെ പോയി എയിൽ നിന്നും ബിയിലേക്കൊന്ന് സഞ്ചരിച്ചു. എയിൽ നിന്നും എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പിങ്ങോ എവിടെയെങ്കിലും ഒരു ബ്രേക്കോ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ എയിൽ നിന്ന് തുടങ്ങി ബിയിലെത്തുന്നവരെ ഒരു പാതയിലൂടെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അത് പോകുകയല്ലേ. എവിടെയും എന്താക്കിയില്ല, ഒരു സ്റ്റോപ്പോ ഒരു ബ്രേക്കോ വന്നിട്ടില്ല. ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഇനി ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിലോ എവിടെയെങ്കിലും ഒരു ബ്രേക്ക് ഉണ്ടോ? അങ്ങോട്ടില്ലേ, ഇവിടെ കണ്ട, ഇവിടെ എന്താക്കി ഒരു ബ്രേക്ക് വന്നു. സോ ദാറ്റ് ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ്. അതങ്ങനെയാണ്. ചില ഫങ്ഷൻസുകൾ പോകുമ്പോൾ ചില പോയിന്റ്സുകളിൽ എന്താകും, ഒരു ബ്രേക്ക് വരും. അങ്ങനെ ബ്രേക്ക് വരുന്ന ഫങ്ഷൻസ് എന്താ പറയുക, ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കില്ല. അതാണ് പറയുന്നത്. ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? അവിടെ ബ്രേക്ക് വന്നു. ബ്രേക്ക് വന്നാൽ എന്തല്ല, ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ഇതാണ് നമ്മുടെ കണ്ടിന്യൂസിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. കുറച്ച് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിനെ കുറിച്ചാണ് ഞാൻ പറയാം. ഞാൻ 2 കണ്ടിന്യൂസ് ഫംഗ്ഷൻ എടുത്ത്, ഒരു എഫ് എന്നുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷനും ഒരു ജി എന്നുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷനും. എഫ് എന്നുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ട്, ജി എന്നുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ട്. എൻ്റെ എഫും എൻ്റെ ജിയും പെന്നും കരളുമാണ്. പക്ഷെങ്കിൽ പെന്നെ കാണുന്നില്ല. പെന്നിനെ കാണുന്നില്ലെങ്കിൽ ഞാനും കാണുന്നൊരു പെണ്ണ്. ഒരു കണ്ടിന്യൂസ് 2 കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പം 2 കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവനും കണ്ടിന്യൂസ് ആണ്, ഇവനും കണ്ടിന്യൂസ് ആണെങ്കിൽ ഇവർ 2 പേരും ചേർന്നാൽ, അതായത് രണ്ടും അഡിഷൻ, രണ്ടും കൂടി കൂട്ടിയാൽ അതും എന്താണ്, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇനി ഇവർ 2 പേരും കുറച്ചാൽ, അതായത് 2നും ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ അതും എന്താണ്, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇനി ഇവരെ മൾട്ടിപ്ലൈ ചെയ്ത് ഡോട്ട് പ്രോഡക്റ്റ് എടുത്തോ, അതും എന്താണ്, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. കോമ്പോസിറ്റ് ഫംഗ്ഷൻ അറിയാലോ. അതുപോലെ തന്നെ ഇവർ ഡിവൈഡ് ചെയ്തു, അപ്പോഴും എന്താണ്, ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. നിബന്ധന എന്താണ്, എഫും ജിയും കണ്ടിന്യൂസ് ആയിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യമാണ് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ അഡിഷനും ഡിഫറൻസും മൾട്ടിപ്ലിക്കേഷൻ മീൻസ് എന്താണ്, കോമ്പോസിറ്റ് ഫംഗ്ഷൻസ് എഫ് ഓഫ് ജി ഇല്ലേ. അതുപോലെ തന്നെ അതിന്റെ ഡിവൈഡും ഒക്കെ എന്താണ് മക്കളെ, കണ്ടിന്യൂസ് ആണ്. ഇനി അടുത്ത കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് പോളിനോമിയൽ ഫംഗ്ഷൻ. ഏത് ഫംഗ്ഷൻ? പോളിനോമിയൽ ഫംഗ്ഷൻ. എന്താണ് പോളിനോമിയൽ ഫംഗ്ഷൻ? നമ്മുടെ മാത്സിന്റെ ഏറ്റവും വലിയ സൂത്രധാരനായ എക്സ് ഇല്ലേ, ഈ എക്സുകളെ കൊണ്ട് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് അങ്ങനെയൊക്കെ എഴുതൂലേ, ദാറ്റ് ഈസ് ദ പോളിനോമിയൽ. എക്സിന്റെ ഡെഫിനിഷനിൽ എഴുതുന്ന ആ ഒരു സംഭവമാണ് നമ്മുടെ പോളിനോമിയൽ എന്ന് പറയുന്നത്. എവരി പോളിനോമിയൽ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. പോളിനോമിയൽ ആണോ അവൻ കണ്ടിന്യൂസ് ആണ്, 100% ഉറപ്പിച്ചോ. അവിടെ പോളിനോമിയൽ ഉണ്ടോ, അവൻ എന്താണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അതിലൊരു വ്യത്യാസവും നിങ്ങളെ കാണിക്കണ്ട. പിന്നെ അടുത്താണ് മക്കളെ റാഷണൽ ഫംഗ്ഷൻ. റാഷണൽ ഫംഗ്ഷൻ എന്താണ്? റാഷണൽ ഫംഗ്ഷൻ നമ്മളെ x/y ഫോമിൽ എഴുതൂലേ, x/y ഫോമിൽ. ആ x/y ഫോമിൽ 2/x 3/x അങ്ങനെയൊക്കെ വരുന്നില്ലേ, അതും എന്താണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അതും എന്താണ്, കണ്ടിന്യൂസ്. അപ്പോൾ കണ്ടിന്യൂസ് ഫംഗ്ഷനിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും തന്നിട്ട് ഇത് കണ്ടിന്യൂസ് ആണോ എന്ന് ചോദിച്ചാൽ ഉറപ്പിച്ച് പറഞ്ഞോ അതെന്താണ്, കണ്ടിന്യൂസ് ആണ്. അടുത്താണ് മക്കളെ സൈൻ ഇ. സൈൻ ഇ എന്ന് വെച്ചാൽ സൈന് മാത്രമല്ലേ, സൈൻ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആയ സൈന്, കോസ്, ടാൻ ഇതൊക്കെ എന്താണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. സൈനിന്റെ ഗ്രാഫ് എങ്ങനെ ഇതാ ഇതുപോലെയല്ലേ പോകുന്നത്. ഇത് സൈനിൽ, ഇത് കോസിന്റെ ക്ലാസ്സാ. അപ്പോൾ കോസിന്റെ ഇതുണ്ടല്ലേ, ഇതെന്താണ്,
എവിടെയെങ്കിലും ബ്രേക്ക് ഉണ്ടോ? ഇല്ലല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് പോകുകയല്ലേ. ദാറ്റ് ഈസ് മീൻസ് അതായത് ട്രിഗണോമെട്രി ഫങ്ഷൻസ് ഒക്കെ എന്താണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന കുറച്ച് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിനെ കുറിച്ചാണിത്. എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻസും, അതുപോലെ പോളിനോമിയൽ, പിന്നെ ട്രിഗണോമെട്രി, റാഷണൽ, ഇത്രയും ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. സോ നമുക്ക് ഇതിനകത്ത് എന്താക്കാം, കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ പോണ്ടേ. അപ്പം ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് തെളിയിക്കാനുള്ള ഒരു പ്രോബ്ലമാണ് നിങ്ങൾക്ക് തന്നത്. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് നോക്കിയാൽ മതി? നമുക്കറിയുന്ന രണ്ട് കാര്യമുണ്ട്. ട്രിഗണോമെട്രി ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇതെന്താണ്? കോസ് എക്സ് സ്ക്വയർ ആണ്, ആണല്ലോ. അപ്പോൾ കോസ് എക്സും കണ്ടിന്യൂസ് ആണ്, എക്സ് സ്ക്വയറും കണ്ടിന്യൂസ് ആണ്. ശ്രദ്ധിച്ചോളെ, എക്സ് സ്ക്വയർ എന്താണ്? ഒരു പോളിനോമിയൽ ആണ്. കോസ് എക്സ് എന്താണ്? ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആണ്. അപ്പൊ രണ്ടും കണ്ടിന്യൂസ് ആണ്. അതുപോലെ നമുക്കറിയാം കോമ്പോസിറ്റ് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. അതായത് എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. ആ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മൾ കണ്ടിന്യൂസ് ആണോ എന്ന് കാണിച്ചത്. ലൈവിൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, ചെയ്ത് നോക്കിയാൽ മതി. കാരണം അത് ചെയ്യുന്നത് അത് അത്ര മാർക്കിന് ചോദിക്കുന്നില്ല. നമുക്ക് മാർക്കിന് ചോദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. പിന്നെ അടുത്ത നമുക്ക് പഠിക്കാനുള്ള കോൺസെപ്റ്റ് ആണ് മക്കളെ ലിമിറ്റ്സ്. വാ, ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. കാരണം സിമ്പിൾ കോൺസെപ്റ്റാണ്. ഞാനിവിടെ ഒരു നമ്പർ ലൈൻ വെച്ചു, എൻ്റെ ഇവിടെ ഒരു സി ഉണ്ട്. ഈ സിയിലേക്ക് എനിക്ക് എവിടെ നിന്നൊക്കെ അപ്രോച്ച് ചെയ്യാൻ പറ്റും? അപ്രോച്ച് മീൻസ് അവിടത്തേക്ക് അടുക്കാൻ പറ്റും. ഒന്ന്, എനിക്ക് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നും അടുക്കാം. അതുപോലെ തന്നെ എനിക്കതിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നും എടുക്കാം. വേറെ മേലെ നടക്കാന്ന് വെച്ചാൽ മേലെ സംഭവമില്ല. നമ്പർ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് മാത്രമേ നമുക്ക് അടുക്കാൻ പറ്റുള്ളൂ. സോറി, റൈറ്റ് ലെഫ്റ്റ് മാറിപ്പോയിട്ടോ, എല്ലാവർക്കും മാറുന്നുണ്ടല്ലേ. അപ്പം ഒന്നെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് വെച്ചാൽ. അപ്പം എൻ്റെ എക്സ് ഞാൻ ലെഫ്റ്റിൽ നിന്നാണ് സിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ അതെൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. അതിനെ ഞാൻ ഡിനോട്ട് ചെയ്യുക എക്സ് ടാങ്സ് ടു സി മൈനസ് എന്നാണ്. എൻ്റെ ലിമിറ്റ്, അതായത് എൻ്റെ എക്സ് എവിടത്തേക്ക് അപ്രോച്ച് ചെയ്യുകയാണ്? എക്സിൻ്റെ വാല്യൂ എവിടത്തേക്ക് പോവുകയാണ്? സിയിലേക്ക്. അത് എവിടുന്നാണ് പോകുന്നത്? ലെഫ്റ്റിൽ നിന്നാണ് പോകുന്നത്. ലെഫ്റ്റിൽ നിന്നാണ് പോകുന്നതെങ്കിൽ അതെന്താണ്? ലിമിറ്റ് എക്സ് ടാങ്സ് ടു സി മൈനസ് ആണ്. എന്തുകൊണ്ടാ? ലെഫ്റ്റിൽ നിന്നാണ് വരുന്നത്. മാഗ്നറ്റിക് നെഗറ്റീവ് എന്നല്ലേ, സിയുടെ ലെഫ്റ്റിൽ നിന്ന് വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി റൈറ്റിൽ നിന്നാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിലോ, ദാറ്റ് ഈസ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സ് ടാങ്സ് ടു സി പ്ലസ് സി. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. അതെന്താണ്? എക്സ് ടാങ്സ് ടു സി പ്ലസ് ആണ്. എക്സ് ടാങ്സ് ടു സി പ്ലസ് ആണ്. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ലിമിറ്റിന്റെ കോൺസെപ്റ്റ്. ഇനി ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ലിമിറ്റ് എക്സ് ടാങ്സ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ ആയിരിക്കും. ദാറ്റ്സ് എൽ ഈസ് എ വാല്യൂ. അതായത് എക്സിന്റെ വാല്യൂ സിയോട് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്തിനോട് അടുക്കും? എല്ലിനോട് അടുക്കും. ഓക്കെ, ശ്രദ്ധിച്ചോ, എക്സിന്റെ വാല്യൂ സിയോട് അപ്രോച്ച് ചെയ്യുമ്പോൾ, നമ്മൾ ഫംഗ്ഷനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടില്ലേ? എക്സിന്റെ വാല്യൂ സിയോട് അടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്തോട് കൊടുക്കും? എല്ലോട് അടുക്കും. ഇതാണ് ലിമിറ്റ് എന്ന് പറയുന്ന കാര്യം. ഓക്കെ, ഇനി നമ്മളൊരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, അറ്റ് എ പോയിന്റ് സിയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ, ലിമിറ്റ് എക്സ് ടാങ്സ് ടു സി എഫ് ഓഫ് എക്സ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? എഫ് ഓഫ് സിയോട് ഈക്വൽ ആയിരിക്കും. അതായത് എക്സിന്റെ വാല്യൂ ഇങ്ങനെ പോയി സിയോട് അടുക്കുകയാണെങ്കിൽ സിയിലെത്തിയാൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്തിനോട് ഈക്വൽ ആയിരിക്കും? എഫ് ഓഫ് സിയോട് ഈക്വൽ ആയിരിക്കും. ഇതാണ് കോൺസെപ്റ്റ്. ഓക്കെ, അറിയാലോ? അത് മീൻസ് അതായത് എക്സിന്റെ വാല്യൂ സിയോട് അടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എഫ് ഓഫ് സിയോട് അടുത്താലല്ലേ ആ ഫംഗ്ഷൻ എവിടെയും ബ്രേക്ക് വരാണ്ട് പോകുള്ളൂ. ചിന്തിച്ചാൽ മതി, കോൺസെപ്റ്റ് ഒന്നും ആലോചിച്ച് ചിന്തിച്ചാൽ മതി. അതാണ് സംഭവം. എക്സിന്റെ വാല്യൂ സിയോട് എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്തോട് എടുക്കണം? എഫ് ഓഫ് സിയോട് എടുക്കണം. ഇനി ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും രണ്ട് ഭാഗത്തു നിന്നും അപ്രോച്ച് ചെയ്യാണ്. എവിടത്തേക്ക്? സിയിലേക്ക്. ആ രണ്ട് ഭാഗത്തും അപ്രോച്ച് ചെയ്തിട്ട് രണ്ടും കൂടി ഈക്വൽ ആയാലല്ലേ ഇത് ബ്രേക്ക് ഇല്ലാണ്ട് പോകുള്ളൂ. ലെഫ്റ്റിൽ നിന്നും അപ്രോച്ച് ചെയ്തു, റൈറ്റിൽ നിന്നും അപ്രോച്ച് ചെയ്തു. ആ രണ്ട് ഭാഗത്തു നിന്നും അപ്രോച്ച് ചെയ്തിട്ട് ആ രണ്ടും കൂടിയും ഈക്വൽ ആയാലല്ലേ അത് ബ്രേക്ക് ഇല്ലാണ്ട് പോകുള്ളൂ. അതേ കോൺസെപ്റ്റ്. അതായത് ലിമിറ്റ് എക്സ് ടാങ്സ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടാങ്സ് ടു സി മൈനസ് എഫ് ഓഫ് എക്സും എന്തിനോട് ഈക്വൽ ആകുമ്പോൾ? എഫ് ഓഫ് സിയോട് ഈക്വൽ ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ്? അറ്റ് ദ പോയിന്റ് സിയിൽ കണ്ടിന്യൂസ് ആണ്. മനസ്സിലാക്കിയല്ലോ? കോൺസെപ്റ്റ് മനസ്സിലാക്കിയല്ലോ?
ലെഫ്റ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും അപ്രോച്ച് ചെയ്യുന്നു. അതായത് എക്സ് ടാങ്സ് ടു സി പ്ലസും സി മൈനസും എഫ് ഓഫ് സിയോട് ഈക്വൽ ആവുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. സിമ്പിൾ കോൺസെപ്റ്റ്. അപ്പം ഈ ഒരു ഇക്വേഷൻ മനസ്സിൽ വെക്കുക കേട്ടോ. ഇത് വെച്ചിട്ടാണ് പ്രോബ്ലംസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പ്രോബ്ലം ഞാൻ ഇവിടെ ചെയ്തു തരാം. ഇത് വേണ്ട, ഇവിടെ ഒരു പ്രോബ്ലം കണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x + 3 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ 2. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണിച്ചോ, ഫൈൻഡ് ദ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇന്റർവെൽ കണ്ടുപിടിക്കാനല്ല ഇവിടെ പറഞ്ഞത്, ഫൈൻഡ് ദ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആണ് ഇവിടെ ചോദിച്ചത്. അപ്പോൾ ശ്രദ്ധിക്കുക, എക്സ് ലെസ് ദാൻ 2 ആകുന്ന ടൈമിൽ എൻ്റെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ് നോക്കിക്കോളെ. എക്സ് ലെസ് ദാൻ 2, എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? 2x + 3 ആണ്. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? 2x + 3 ആണ്. ആണല്ലോ. എക്സ് ലെസ് ദാൻ 2 ആകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 2x + 3 ആണ്. ദാറ്റ് ഈസ് പോളിനോമിയൽ ആണല്ലോ. എവരി പോളിനോമിയൽ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. സോ ദിസ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. CTS എന്ന് എഴുതിയത് കണ്ടിന്യൂസ് എന്നാണ്. അപ്പം ഇതെന്താണ്? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇനി നോക്കിക്കോ നിങ്ങൾ, അതുപോലെ തന്നെ എക്സ് ഗ്രേറ്റർ ദാൻ 2 ആ ഫംഗ്ഷൻ എന്താണ്? 2x - 3 ആണ്. നോക്കിക്കോളെ. അപ്പം എക്സ് ഗ്രേറ്റർ ദാൻ 2 ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്താണ്? 2x - 3 ആണ് അല്ലേ? 2x - 3 ആണ്. അതും ഒരു പോളിനോമിയൽ അല്ലേ? ആണല്ലോ. അപ്പം ആ ഫംഗ്ഷനും എന്താണ്? ഈസ് കണ്ടിന്യൂസ്. അപ്പം നമുക്ക് എന്ത് കിട്ടി? ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. എവിടാ? R മൈനസ് ഏതില്? 2. അതായത് 2വിനേക്കാൾ കൂടുമ്പോഴും ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, 2വിനേക്കാൾ കുറയുമ്പോഴും ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അതായത് എന്തിനാണ്? മൈനസ് ഇൻഫിനിറ്റി മുതൽ 2 വരെയും യൂണിയൻ 2 to ഇൻഫിനിറ്റി വരെയും എന്താണ്? ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് നമുക്ക് കിട്ടി. ഇനി എന്താ നമുക്ക് നോക്കേണ്ടത്? 2ൽ കണ്ടിന്യൂസ് ആണോ എന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിച്ച് കേട്ടോ. അപ്പൊ എക്സ് ലെസ് ദാൻ 2ൽ കണ്ടിന്യൂസ് ആകാൻ കാരണം എന്താണ്? പോളിനോമിയൽ ആയതുകൊണ്ട്. എക്സ് ഗ്രേറ്റർ ദാൻ 2ൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് അതും പോളിനോമിയൽ ആണ്. ഇനി 2ൽ കണ്ടിന്യൂസ് ആണോ നോക്കണം. അതിന് എക്സ് ഈക്വൽ ടു 2 കൊടുത്തു. എന്ത് കണ്ടുപിടിക്കണം വെച്ചാൽ ഇവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും എൻ്റെ റൈറ്റ് സൈഡിൽ ഞാൻ റൈറ്റ് ഹാൻഡ് ലിമിറ്റും കൊടുത്തു. ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് സൈഡിൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റും കൊടുത്തു. ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാണണല്ലോ. അപ്പോൾ എന്ത് കൊടുക്കണം? ലിമിറ്റ് എക്സ് ടാങ്സ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ്. ഒന്നുമില്ല, ലിമിറ്റ് എക്സ് ടാങ്സ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ്. അത് എന്തെന്നാ എഫ് ഓഫ് എക്സ് വരിക എന്നുള്ളവരെല്ലാം ഞാൻ പറഞ്ഞുതരാം. വെയിറ്റ് ചെയ്യും മക്കളെ. ലിമിറ്റ് എക്സ് ടാങ്സ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ സി മൈനസ് എഫ് ഓഫ് എക്സും സി പ്ലസ് എഫ് എക്സും പ്ലസ് വരുമ്പോൾ മൈനസ് വരുമ്പോൾ വാല്യൂ എന്നുള്ള ലിമിറ്റ് എക്സ് ടാങ്സ് ടു സി മൈനസ് സി എന്താണ് ഇവിടെ? നമ്മുടെ 2 ആണ്. ഇനി 2 മൈനസ് ലിമിറ്റ് എക്സ് ടാങ്സ് ടു 2 മൈനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളെ, 2 മൈനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2നേക്കാളും ചെറിയ വാല്യൂവിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? 2നേക്കാളും ചെറിയ വാല്യൂവിൽ. 2 മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 ഇട്ട് കൊടുക്കലല്ല. 2 മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2നേക്കാളും ചെറുതിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ. ഇവിടെ നോക്കി നോക്കി, ഇവിടെയല്ലേ 2നേക്കാളും ചെറിയ വാല്യൂ വരുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താ വരുന്നത്? 2x + 3. അതിനാണ് നമ്മൾ കൊടുത്തത് 2x + 3 ആണല്ലോ. അപ്പോൾ നമുക്ക് എന്താക്കാം? ഈ 2 മൈനസ് അങ്ങ് എടുത്ത് കളയാം. 2 മൈനസ് ഞാൻ എടുത്ത് കളഞ്ഞു. 2 മൈനസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരൊറ്റ കാര്യത്തിനാണ്, ഏത് ഫംഗ്ഷനാണ് നമ്മൾ അവിടെ എടുക്കേണ്ടതാണ്. സോ എനിക്ക് കിട്ടി 2x + 3 ആണ്. ഇനി ലിമിറ്റ് കൊടുക്കുന്നത് ശ്രദ്ധിച്ചോളെ. ലിമിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ടാങ്സ് ടു 2 ആണെങ്കിൽ എക്സിന് പകരം അവിടെ ഏത് വാല്യൂ കൊടുക്കുക? നമ്മുടെ 2 കൊടുക്കുക. എക്സിന് പകരം ഏത് വാല്യൂ കൊടുക്കുക? 2 കൊടുക്കുക. ദാറ്റ് ഈസ് 2 × 2 + 3 = 7. എന്ത് വരും? 7. അപ്പോൾ എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കിട്ടിയല്ലോ. ഇനി എന്ത് കണ്ടുപിടിക്കണം? റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടാങ്സ് ടു സി എന്താണ് ഇവിടെ? 2 ആണ്. 2 പ്ലസ് ഇനി 2 പ്ലസ് അതായത് 2നേക്കാളും വലിയ വാല്യൂ എവിടെയാണ് വരുന്നത്? നോക്കിക്കോളെ, ഇതാ 2നേക്കാളും വലിയ വാല്യൂ എന്താണ്? 2x - 3 ആണ്. 2x - 3 ആണ്. സോ നമുക്ക് കൊടുക്കാം 2x - 3. ഇനി പ്ലസിന് എടുത്ത് കളയാലോ. പ്ലസിനെ ഞാൻ എടുത്ത് കളഞ്ഞു.
പ്ലസിനെ ഞാൻ എടുത്ത് കളഞ്ഞു, ബാക്കി എന്തുണ്ട് 2x -3. ഇനി ലിമിറ്റ് കൊടുക്കാൻ നമുക്കറിയാലോ, എക്സിന് പകരം ആ 2 അവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 × 2 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇവിടെ നിന്നും എനിക്ക് എന്ത് കിട്ടി? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് എനിക്ക് കിട്ടി. അതായത് റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ലാത്തത് കൊണ്ട്, റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ലാത്തത് കൊണ്ട് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ഏത് പോയിന്റ് ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് x = 2. ബാക്കി എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണ്. x = 2 വെച്ചിട്ട് ബാക്കി എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. അപ്പം ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് x = 2. ഫൈനലി എഴുതി വെക്കാം, വേണമെങ്കിൽ എഴുതി വെച്ചോ, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഫംഗ്ഷൻ കണ്ടിന്യൂസ് എക്സെപ്റ്റ് അറ്റ് ദ പോയിന്റ് x = 2 എന്നും എഴുതി വെക്കാം. ഇതാണ് ഇതിലെ സിമ്പിൾ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പം ഞാനിനി എന്തൊക്കെയാണ് ഡിഫറൻഷ്യബിലിറ്റിയിലേക്ക് പോവുകയാണ്. ഈ കാര്യങ്ങളൊക്കെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ലൈവിൽ നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കുക, പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ഞാൻ പോവുകയാണ് മക്കളെ, ഡിഫറൻഷ്യബിലിറ്റി. എന്താണ് ഒരു ഡിഫറൻഷ്യബിലിറ്റി മക്കളെ? ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രാഫ് വരക്കുകയാണെങ്കിൽ അതിനൊരു ഷാർപ്പ് കോർണർ വരാൻ പാടില്ല. ഒരു ഷാർപ്പ് കോർണർ വന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല കേട്ടോളെ. ഒരു ഷാർപ്പ് കോർണർ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. ഓക്കെ, അപ്പൊ ഷാർപ്പ് കോർണർ ഇല്ലെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഷാർപ്പ് കോർണർ ഉണ്ടെങ്കിൽ എന്തല്ല? ആ ഫംഗ്ഷൻ ഡിഫറൻസ് അല്ല. ഷാർപ്പ് കോർണർ എന്താ? ഇവിടെ കണ്ടൊരു കോർണർ, ഷാർപ്പ് കോർണർ, അത് ഉണ്ടെങ്കിൽ എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. ഓക്കെ, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. പക്ഷെങ്കിൽ എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷനും എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. അതിന് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു എക്സാമ്പിൾ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ കാണിച്ചു കൊടുത്താൽ മതി. mod x. എന്തുകൊണ്ടാ? mod x-ന്റെ ഗ്രാഫാണ് ഞാൻ ഇവിടെ വരച്ചത്. mod x-ന്റെ ഗ്രാഫിൽ എന്തുണ്ട്? ഒരു ഷാർപ്പ് കോർണർ ഉണ്ട്. ആ ഷാർപ്പ് കോർണർ ഉള്ളത് കൊണ്ട് ആ ഫംഗ്ഷൻ എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. ആ ഫംഗ്ഷൻ എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ഡിഫറൻഷ്യബിലിറ്റിനെ വെച്ച്. പക്ഷെ ഇതല്ല നമുക്ക് പഠിക്കാനുള്ളത്. വെച്ചാൽ നമ്മൾ ഡിഫറൻഷ്യബിലിറ്റിനെ ഡിഫൈൻ ചെയ്യുക. ദാറ്റ് ഈസ് dy/dx ആണ്. ദാറ്റ് ഈസ് y വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യബിൾ കാണുക. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യബിൾ കാണുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻഷ്യബിലിറ്റി ഒക്കെ നമ്മൾക്ക് ഇവിടെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഒരു രണ്ട് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u ± v ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് u ഡാഷ് ± v ഡാഷ്. അതായത് രണ്ടെണ്ണത്തിനെ ചേർന്നിട്ട് ഡെറിവേറ്റീവ് കാണുന്നതിനേക്കാളും നല്ലതെന്നാക്കാൻ മതി അതിനെ സെപ്പറേറ്റ് ആയിട്ട് ഡെറിവേറ്റീവ് കണ്ടാൽ മതി. യുവിൻ്റെ ഡെറിവേറ്റീവ് കണ്ടിട്ട് വിൻ്റെ ഡെറിവേറ്റീവ് ആഡ് ചെയ്യുക. പിന്നെ അടുത്താണ് നമുക്ക് ലബിനീസ് റൂൾ. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചു. u v ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u ഡാഷ് v. എന്താണ് ഈ ഡാഷ്? ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ du/dx ആണ്. അതായത് യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേറ്റീവ് കാണുക. യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യബിൾ കാണലാണ് നമ്മുടെ ഇത് എന്തെന്ന് u ഡാഷ് എന്ന് പറഞ്ഞത്. u ഡാഷ് v പ്ലസ് uv ഡാഷ്. അതേപോലെ തന്നെ അതിൻ്റെ എന്താണ് കോഷ്യൻ റൂളും ഉണ്ട്. u/v ഡാഷ് എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ചിഹ്നം ഇമ്പോർട്ടൻ്റ് കേട്ടോ. u ഡാഷ് v മൈനസ് v ഡാഷ് u. ഓക്കെ, u ഡാഷ് v മൈനസ് v ഡാഷ് u ബൈ v സ്ക്വയർ. അതുള്ളൂ. ഇനി നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പറയാം. അതിന് മുമ്പ് ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. d/dx ഓഫ് എക്സ് റൈസ് ടു എൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d/dx ഓഫ് എക്സ് റൈസ് ടു എൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു nx റൈസ് ടു n മൈനസ് 1 ആണ്. nx റൈസ് ടു n മൈനസ് 1 ആണ് d/dx ഓഫ് എക്സ് റൈസ് ടു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമുക്ക് ഉദാഹരണമായിട്ട് d/dx ഓഫ് എക്സ് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? 2 റൈസ് ടു എക്സ് റൈസ് ടു 2 + 1 ആയിരിക്കും. അതായത് എക്സിന് 2നെ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 2 + 1 2 - 1. 2 - 1 അതെന്തായിരിക്കും? 2x ആയിരിക്കും. അത്രയേ ഉള്ളൂ d/x ൻ്റെ. അതുപോലെ തന്നെ d/dx ഓഫ് 1/x എന്തായിരിക്കും? 1/x അല്ല log x എന്തായിരിക്കും? log x ദാറ്റ് ഈസ് ഈക്വൽ ടു 1/x ആയിരിക്കും. d/dx ഓഫ് log x. ഈ കാര്യങ്ങൾ വെച്ചാൽ നമുക്ക് എന്തിൽ ആവശ്യം വരുന്നുണ്ട്? ഇൻ്റഗ്രേഷൻ്റെ സമയത്ത് പഠിക്കുമ്പോൾ കുറച്ച് ആവശ്യം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മാറ്റവും ഇല്ലാത്തൊരു കാര്യമാണ് d/dx ഓഫ് e⁻x എന്നുള്ള എന്തിനോട് ഈക്വൽ ആയിരിക്കും? e⁻x ഈക്വൽ ആയിരിക്കും.
ഓക്കെ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സും ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സും. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ്, അതേപോലെ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മൈനസ് സൈൻ എക്സ് ആണ്. ആ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, എന്തായാലും പഠിക്കണം. പിന്നെ ഈ ചെയിൻ റൂള് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും വലിയൊരു കുഴപ്പമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊടുക്കാണ്ട് കണ്ടു കഴിഞ്ഞാലും ഉത്തരം കിട്ടും. ഇതൊന്നുമില്ല, നിങ്ങൾ എന്താക്കിയാൽ മതി, നിങ്ങൾക്ക് ഒരു എഫ് എന്നുള്ള ഫംഗ്ഷൻ വി കോമ്പോസിഷൻ യു എന്നുള്ളൊരു ഇതിലേക്ക് വരികയാണെങ്കിൽ ഈ യുക്ക് പകരം എന്ത് കൊടുക്കുക, ടി എന്ന് പുട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി എഫ് ബൈ ഡി എക്സ് കാണുന്നതിന് പകരം എന്ത് കണ്ടാൽ മതി, ഡി വി ബൈ ഡി ടിയും ആ ഡി ടി ബൈ ഡി എക്സും കണ്ടാൽ മതി. പക്ഷെ ഇത് കാണാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. സോ അത് വലിയ പ്രശ്നമില്ല നമുക്ക്. ഇതാണ് സൈൻ ഓഫ് എക്സ് സ്ക്വയറാ ഈ ഒരു സംഭവം. ഡിഫറൻഷ്യാലിറ്റി കാണുന്നത് കണ്ടോളാം നിങ്ങൾ. എനിക്ക് കാണേണ്ട എന്താണ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈന് എക്സ് സ്ക്വയർ ആണ്. എൻ്റെ ഫസ്റ്റ് പണി എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, സൈന് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് സ്ക്വയർ ആണ്. അതേ ടൈം സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സൈൻ സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, സൈൻ ഓഫ് എക്സ് സ്ക്വയർ ഇത് ഹോൾ സ്ക്വയർ എന്ന് മാറ്റി എഴുതാൻ പറ്റും. സൈൻ ഓഫ് എക്സ് സ്ക്വയർ ഇത് ഹോൾ സ്ക്വയർ എന്ന് മാറ്റി എഴുതാൻ പറ്റും. ഇനി ഇതിൻ്റെ ഡിഫറൻഷ്യബിലിറ്റി കാണുന്ന മെത്തേഡ് കണ്ടോ മക്കളെ. ഫസ്റ്റ് ഞാൻ നോക്കേണ്ടത് എൻ്റെ പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നാണ്. എന്താ നോക്കേണ്ടത്, എൻ്റെ പുറത്ത് എന്തെങ്കിലും ഉണ്ട്. ഇതിൻ്റെ പുറത്ത് എന്തെങ്കിലും ഉണ്ടോ, എക്സ് സ്ക്വയർ ഇതിൻ്റെ ഉള്ളിലുള്ളതാണ് കേട്ടോ, അത് പുറത്തല്ല. ഇതിൻ്റെ പുറത്തൊന്നുമില്ല. പുറത്തൊന്നുമില്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് തുടങ്ങിക്കോ മക്കളെ. ലെഫ്റ്റിൽ നിന്ന് തുടങ്ങാം. ലെഫ്റ്റിൽ നിന്ന് ഞാൻ സഞ്ചരിച്ചു. ഞാൻ ഫസ്റ്റ് ആരെ കണ്ടു, സൈനിനെ കണ്ടു. സൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് ആണ്. ഉള്ളിലുള്ളതിനെ ബ്രാക്കറ്റിൻ്റെ ഉള്ളതിനെ മാറ്റാൻ എനിക്കെന്തില്ല, അനുവാദമില്ല. അതുകൊണ്ട് ഞാൻ എക്സ് സ്ക്വയർ എന്ന് തന്നെ കൊടുത്തു. ബ്രാക്കറ്റിൻ്റെ ഉള്ളതിനെ മാറ്റാൻ എനിക്ക് അനുവാദമില്ലാത്തത് കൊണ്ട് ഞാൻ എക്സ് സ്ക്വയർ എന്ന് തന്നെ കൊടുത്തു. പിന്നെയും ഞാൻ സഞ്ചരിച്ചപ്പോൾ ഞാൻ ആരെ കണ്ടു, എക്സ് സ്ക്വയറിനെ കണ്ടു. ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ എന്താണ് കണ്ടല്ലോ. അപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവന് എന്ത് കൊടുക്കണം, ഡെറിവേറ്റീവ് കൊടുക്കണം. ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ. ശ്രദ്ധിച്ചോളേ, ഒരു ഡെറിവേറ്റീവ് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് തുടങ്ങാം. ലെഫ്റ്റിൽ നിന്ന് ഞാൻ തുടങ്ങി വന്നപ്പോൾ ആദ്യം ആരെ കണ്ടു, സൈനിനെ കണ്ടു. സൈനിൻ്റെ ഡെറിവേറ്റീവ് കൊടുത്തു കോസി. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ പിന്നെ ഒന്നുണ്ട്, അതിനെ മാറ്റാൻ എനിക്ക് അനുവാദമില്ലാത്തത് കൊണ്ട് ഞാൻ അതുപോലെ എഴുതി. അവനെ തൊട്ട് കളിക്കറേ. അപ്പോൾ അവൻ അതുപോലെ എഴുതി. പിന്നെയും ഞാൻ സഞ്ചരിച്ചപ്പോൾ ഞാൻ ആരെ കണ്ടു, എക്സ് സ്ക്വയറിനെ കണ്ടു. അപ്പോൾ എക്സ് സ്ക്വയറിന് ഞാൻ ഡെറിവേറ്റീവ് എടുത്തു. പിന്നെ എനിക്ക് സഞ്ചരിക്കാൻ ഇവിടെ ഒന്നുമില്ല. സോ ഞാൻ എന്താക്കി, നിർത്തി. അപ്പോൾ എനിക്ക് എന്ത് വന്നു ആൻസർ, കോസ് എക്സ് സ്ക്വയർ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ. ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്താണിത്, 2x ആണ്. ഓക്കെ. അപ്പം ഇതാണ് നമ്മൾ ഡെറിവേറ്റീവ് കാണുന്ന മെത്തേഡ് ഓഫ് വേ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ വേറെ വേറെ നോക്കാം. ഇവനെയും ഞാൻ എന്താക്കി, ഇതാ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് ഞാൻ വന്നു. ഫസ്റ്റ് ആരെ കണ്ടു, സൈനിനെ കണ്ടു, കോസ് കൊടുത്തു. സൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് ആണ്. പിന്നെ ഞാൻ ഉള്ളിലുള്ള കണ്ടു, എക്സ് സ്ക്വയർ പ്ലസ് 5 കണ്ടു. അതിന് അങ്ങനെ തന്നെ കൊടുത്തു. പിന്നെ ഞാൻ പോയി എക്സ് സ്ക്വയറിനെ കണ്ടു. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 2x ആണ്. പിന്നെ ഞാൻ പോയി പിന്നെ എന്തിനെ കണ്ടു, ഒരു പ്ലസ് എന്തിനെ കണ്ടു, ഒരു 5നെ കണ്ടു. പക്ഷെ 5ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 5ൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 0. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഡി ബൈ ഡി എക്സ് ഓഫ് എ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ എ നമ്പർ ദാറ്റ് ഇസ് എ 0. ഡി ബൈ ഡി എക്സ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഓർ എ നമ്പർ ദാറ്റ് ഇസ് എ 0. ഓക്കെ. അപ്പം ഇത്രയുമാണ് ഇതിൽ പഠിക്കാനുള്ളത്. പിന്നെ ഇതൊക്കെ നമ്മൾ ലൈവിലെ കറക്റ്റ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക മക്കളെ, ഇതാ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, അതായത് വൈയും എക്സും ഒക്കെ കൂടിക്കളഞ്ഞിട്ടുണ്ടാവുക. എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ടേമിലാണ് ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറയുക, നിങ്ങൾ എൻ്റയർ ഇക്വേഷൻ എന്താക്കുന്ന പറയുക, നിങ്ങൾ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ടോ എല്ലാത്തിനും കാണും, ഒന്നിനും വിടണ്ട. ഫസ്റ്റ് ഇതാ ലെഫ്റ്റിൽ നിന്ന് തുടങ്ങി ആദ്യം ആരെ കണ്ടു, വൈനെ കണ്ടു. വൈന് ഡെറിവേറ്റീവ് കൊടുത്തു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വീണ്ടും സഞ്ചരിച്ചു. ഞാൻ ആരെ കണ്ടു, സൈനിനെ കണ്ടു. സൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് ആണ്. കോസിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, വൈ ഉണ്ട്, അത് അതുപോലെ കൊടുത്തു, മാറ്റാൻ അനുവാദമില്ല. വീണ്ടും ഞാൻ സഞ്ചരിച്ചു. ഞാൻ ആരെ കണ്ടു, വൈനെ കണ്ടു. വൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, ഡി വൈ ബൈ ഡി എക്സ് ആണ്. വൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ. ഇനി പിന്നെ ഞാൻ ഈക്വൽ ടു കൊടുത്തു. പിന്നെയും ഞാൻ സഞ്ചരിച്ചു, കാരണം സഞ്ചരിക്കാൻ എനിക്ക് ഇനിയും ഇവിടെ വൈകളുണ്ട്. സോ സഞ്ചരിച്ചപ്പോൾ ഞാൻ ആരെ കണ്ടു, കോസിനെ കണ്ടു. കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, മൈനസ് സൈൻ എന്നാണ്.
ബ്രാക്കറ്റിനുള്ളതിനെ മാറ്റാൻ നമുക്ക് അനുവാദമില്ലാത്തത് കൊണ്ട് എക്സ് അതുപോലെ കൊടുത്തു. പിന്നെയും ഞാൻ സഞ്ചരിച്ചു, ഞാൻ ആരെ കണ്ടു? എക്സിനെ കണ്ടു, dx/dx. കണ്ടില്ലേ, പ്രോബ്ലം വേണ്ടില്ലേ? ലെഫ്റ്റ് നമ്മൾ സെയിം മെത്തേഡ്, ലെഫ്റ്റ് നിന്ന് പോയി ആദ്യം ആരെ കണ്ടു? വൈനെ കണ്ടു, dy/dx. പിന്നെ സന്ദർശിച്ചു ആരെ കണ്ടു? സൈനെ കണ്ടു, സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് ആണ്. പിന്നെ എന്തൊക്കെ ബ്രാക്കറ്റിനുള്ള മാറ്റാൻ അനുവാദമില്ല, വൈ കൊടുത്തു. പിന്നെ സഞ്ചരിച്ച് വൈനെ കണ്ടു, വൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? dy/dx ആണ്. പിന്നെ ഞാൻ ഈക്വൽ ടു കൊടുത്തു. പിന്നെ മുമ്പോട്ട് പോയി ഞാൻ ആരെ കണ്ടു? കോസിനെ കണ്ടു, കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ ആണ്, മൈനസ് സൈൻ ഓഫ് എക്സ് dx/dx. പിന്നെ പോയാൽ ആരെ കണ്ടു? എക്സിനാണ്. ഇനി ഇത് അതുപോലെ കൊടുത്തു, dy/dx പ്ലസ് കോസ് വൈ dy/dx. ഇവിടെ നോക്കിങ്ങളെ, മൈനസ് സൈൻ എക്സ് അതുപോലെ തന്നെ എഴുതാം. പക്ഷെങ്കിൽ dx/x എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ, ഒരു എലമെന്റ്, ഒരു ഫംഗ്ഷനാ അതേ ഫംഗ്ഷനെ കൊണ്ട് ഡെറിവേറ്റീവ് ആണെങ്കിൽ, എക്സിന് എക്സ് കൊണ്ട് തന്നെ ഡെറിവേറ്റീവ് ആണെങ്കിൽ അതിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് എന്താക്കുക? dy/dx കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും? 1 പ്ലസ് കോസ് വൈ ഉണ്ടാവുമല്ലോ, ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് എന്ന് വരുമല്ലോ. ഇനി ഈ dy/dx കാണാൻ വേണ്ടിയിട്ട് ഈ 1 പ്ലസ് കോസ് എക്സ് എന്താക്കിയാൽ മതി? കോസ് വൈ എന്താക്കി ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി. അപ്പം dy/dx കിട്ടും. ഇതാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ കാണുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലേ? ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ. കുറച്ചൊന്ന് ഫാസ്റ്റ് ആയ പോലെ തോന്നിയിട്ടുണ്ടാവും, കുറച്ചൊന്ന് ഫാസ്റ്റ് ആക്കിയതാ. കാരണം ഈ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, നമ്മൾ ലൈവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി കുറച്ച് ഫാസ്റ്റ് ആക്കിയതാണ്. സോ ഇനി നമുക്കിതാ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനിലേക്ക് യാതാക്കുന്നില്ല. ഇതിനെന്താക്കിയാൽ മതി? നമ്മുടെ ലൈവിൽ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് പറയാനുള്ളത് ലോഗരിതം ഫംഗ്ഷൻ. ഞാനിപ്പോൾ പറഞ്ഞു ലോഗരിതം ഫംഗ്ഷൻ എന്താണ്? log x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d/dx ഓഫ് log x എന്ന് പറഞ്ഞാൽ 1/x ആണ്. ഓക്കെ, ആ ഒരു കാര്യം അതാണ് അവിടെ പറയുന്നത്. ലോഗിനെ കുറിച്ചുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, നമ്മൾ ആ ഒരു പ്രോബ്ലത്തിലും കാര്യത്തിലും നമ്മൾ എന്താക്കി ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എന്താക്കി നമ്മളെ ലൈവിൽ ഒത്തിരി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കത്തുന്നത് പാരാമെട്രിക് ഫോം. അതായത് നമ്മുടെ എക്സും വൈയും എക്സിന്റെ ടേമിലും വൈൻ്റെ ടേമിലും അല്ലാതെ അനദർ ടേമിൽ തരിക. ഇവിടെ നിങ്ങൾ നോക്കി നോക്കി, എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ടി പ്ലസ് ടി സൈൻ ടിയും വൈ ഇസ് ഈക്വൽ ടു എ സൈൻ ടി മൈനസ് ടി കോസ് ടി എന്നത്. അതായത് എക്സിൻ്റെയും വൈൻ്റെയും ടേമിലല്ല ഉള്ളത്, വേറെ ഒരു ടി എന്നുള്ള ഒരു ടേമിലാണുള്ളത്. എന്നിട്ട് എന്നോട് കാണാൻ പറഞ്ഞാണ് dy/dx ആണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ dy/dx എനിക്ക് കാണണമെങ്കിൽ ഞാൻ എന്ത് കണ്ടാൽ മതി? എനിക്കിവിടെ രണ്ടും എന്തിൻ്റെ ടേമിലുള്ളത്? ടിയുടെ ടേമിലുള്ളത്. ഞാൻ എന്ത് കാണാമെന്ന് പറയാം? നിങ്ങൾ dx/dt കാണാം. അത് കാണാൻ നമുക്കറിയാലോ, അത് കണ്ടുപിടിക്കാം. dx/dt നമ്മൾ കാണുക. എന്തുകൊണ്ടാണ്? കാരണം ഈ ഒരു ടേം മൊത്തം ഉള്ളത് ഏത് ടേമിൻ്റെ ഇതിലാണ്? ടിയുടെ ടേമിലാണ്. സോ ഞാൻ എന്ത് വെച്ചു? ടീനെ വെച്ചിട്ട് എന്താക്കി? ഡെറിവേറ്റീവ് കണ്ടു. അതേപോലെ തന്നെ എന്ത് കണ്ടു? dy/dtയും കണ്ടു. അതെന്തുകൊണ്ടാ? ഇവിടെയും എന്താണ്? ടിയുടെ ടേമിൽ തന്നെയാണ് ആ ഒരു ഇത് വൈയിലായിട്ട് ഇതുള്ളത്. സോ എന്താക്കി? അവിടെയും ഞാൻ ടി കൊണ്ട് തന്നെ ഡെറിവേറ്റീവ് കണ്ടു. സോ എക്സിലും ടീനെ കൊണ്ട് ഡെറിവേറ്റീവ് കണ്ടു, വൈയിലും ടീനെ കൊണ്ട് ഡെറിവേറ്റീവ് കണ്ടു. രണ്ടിടത്തും ടീനെ കൊണ്ട് ഡെറിവേറ്റീവ് ഞാൻ കണ്ടല്ലോ. അപ്പം എനിക്ക് dx/dtയും കിട്ടി, dy/dtയും കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യാന്ന് നിങ്ങൾ dy/dt ഡിവൈഡിങ് കോഡ് ബൈ dx/dt കണ്ടാൽ മതി. അപ്പം നിങ്ങൾക്ക് dy/dx കിട്ടും. എങ്ങനെയാണെന്നല്ലേ? ഇവിടെയും ഡി ടി ഉണ്ട്, ഇവിടെയും ഡി ടി ഉണ്ട്, ക്യാൻസൽ ആയി പോവല്ലോ. ബാക്കി എന്താ ഉണ്ടാകുക? dy/dx ആണല്ലോ. ഇതാണ് പാരാമെട്രിക് ഫോമിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് എക്സും വൈയും എക്സിന്റെയും വൈൻ്റെ ടേമിലല്ലാതെ വേറൊരു ടേമിൽ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ആ ഏതാണോ ആ ടേമിനെ വെച്ചിട്ട് എന്താക്കുക? ആ രണ്ട് എക്സിനെയും വൈനും എന്താക്കുക? ഒന്ന് ഡെറിവേറ്റീവ് കാണാം, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്നതിനാ dt/dx/dt ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? dy/dx കിട്ടും. ഇതാണ് പാരാമെട്രിക് ഫോമിന്റെ. ഇനി അതിലൊരു വേറൊരു ക്വസ്റ്റ്യൻ കണ്ടോ? ഇതാ a cos θ b sin θ b cos θ. അപ്പൊ എന്താവും? ഇവിടെ എന്താണ്? dx/dθ ആണ് കാണുന്നത്. കാരണം ഇവിടെ ടേം ഏതാണ്? തീറ്റയാണ്. അതേപോലെ dy/dθ ആണ് കാണുന്നത്. ടേം മാറുമ്പോൾ അതിനനുസരിച്ചിട്ട് എന്താക്കും? നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിളിലെ മാറ്റം വരും. ഇതാണ് നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. കാരണം ഇത് ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെങ്കിൽ എക്സ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഡിപ്പെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും. പിന്നെ നമുക്ക് ഇനി അടുത്ത പഠിക്കാൻ മക്കളെ സെക്കൻഡ് ഓർഡർ ഡിഫറൻറ്റ് ഡെറിവേറ്റീവ് ആണ്. ലാസ്റ്റ് ആണ് ഇതിലുള്ള സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ ഇത്രയും നേരം കണ്ടുപിടിച്ച എന്താണ്? ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് മാത്രം എടുത്തിട്ടാണ്. ഇവിടെ തന്നെ ഉണ്ടല്ലോ ക്വസ്റ്റ്യൻ. സോ എന്താണ്? ഒരു ഡെറിവേറ്റീവ് മാത്രം എടുത്താണ്. പക്ഷെങ്കിൽ d²y/dx² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താക്കുക? ഇതാണ് എൻ്റെ y. ഇതിന് ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് dy/dx കാണാം. എന്ത് വരും? 3x² പ്ലസ് ടാൻ എക്സിൻ്റെ എന്താണ്? sec² x ആണ്.
ആണല്ലോ. ഇത് കണ്ടുപിടിച്ച് ഇനി ഈ കിട്ടിയ സംഭവത്തിനില്ലേ ഒന്നുകൂടി ഡെറിവേറ്റീവ് കാണുക. ഈ കിട്ടിയ സംഭവത്തിന് ഒന്നുകൂടി, അതായത് ഇതിനാ d²y/dx² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവത്തിന് ഒന്നും കൂടി എന്താക്കുക, വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതാണ്. മനസ്സിലാക്കിയല്ലോ? അതായത് ഒരു പ്രാവശ്യം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു, അതിനെ എന്താക്കുക, അതേ എക്സിന്റെ വേരിയബിൾ എന്താക്കുക ഒന്നുകൂടി ഡെറിവേറ്റീവ്. അപ്പൊ എന്ത് വരും എനിക്ക്, ദാറ്റ് ഈസ് 6x, 3xന്റെ ഡെറിവേറ്റീവ് എന്താണ് 6x, sec²x ഡെറിവേറ്റീവ് എന്താണ്, ഫസ്റ്റ് എന്തുണ്ട്, പുറത്തെന്തുണ്ട് ഒരു sec² ഉണ്ടല്ലോ. sec² ഉണ്ടെങ്കിൽ 2sec(x) വരുമല്ലോ, 2sec. പിന്നെന്തുണ്ട്, ഒരു sec(x) ഉണ്ട്. sec(x)ന്റെ ഡെറിവേറ്റീവ് sec(x tan x). ഓക്കെ, അതായത് sec²x എന്ന് പറയുമ്പോൾ സ്ക്വയർ. ഞാൻ പറഞ്ഞിട്ടുണ്ട് sec²x എങ്ങനെ മാറ്റി ചെയ്താൽ നമുക്ക് sec(x)² എന്ന് മാറ്റി എഴുതാം. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ കൊടുത്തത്. അപ്പം എന്തെങ്കിലും ഇതാണ് സെക്കൻഡ് ഓർഡർ കണ്ടുപിടിക്കേണ്ട ആ ഒരു മെത്തേഡ് ഓഫ് വേ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. സോ നിങ്ങളെന്താക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് ബാക്കി നമുക്ക് എന്തിലുണ്ട് ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ കറക്റ്റ് പഠിച്ചിട്ട് നല്ല രീതിയിൽ എന്താക്കുക എക്സാം അറ്റൻഡ് ചെയ്യുക. ഇവൻ്റെ അടുത്ത് 10 മാർക്കോളം നിങ്ങൾക്ക് എന്താക്കും ഇവൻ്റെ അടുത്ത് കിട്ടും. സോ അതെന്താക്കണ്ട, കളയണ്ട, സിമ്പിളായിട്ട് നിങ്ങൾ വായിക്കോ. ഓക്കെ, അപ്പോൾ നല്ലോണം പഠിക്കാം കേട്ടോ.